ബഹുമാന്യ അധ്യക്ഷൻ, വേദിയിലെയും സദസ്സിലെയും വിശിഷ്ടാതിഥികൾ, പ്രധാനമായും അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഹജ്ജിന് തയ്യാറായി ഏതാണ്ട് മനസ്സുകൊണ്ട് യാത്ര തന്നെ പുറപ്പെട്ടു കഴിഞ്ഞ ആദരണീയ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, ജമാഅത്തെ ഇസ്ലാമി കേരള സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സുപ്രധാനമായ ഹജ്ജ് ക്യാമ്പ് തസവ്വുദിന് ആദ്യമായി പ്രത്യേകം അനുമോദനവും സന്തോഷവും സ്നേഹവും നേരുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ വിശദമായ ക്ലാസ്സിൽ വരുന്നുണ്ട്. വിനീതൻ ഒരു കാര്യം മാത്രം എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. ഹജ്ജിൻ്റെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിക്കുന്നു, ഹജ്ജിൻ്റെ ലക്ഷ്യം ലിയഷ്ഹദു മനാഫിഅ ലഹും, അവർക്ക് പ്രയോജനപ്രദമായ ചില സ്ഥലങ്ങളിൽ പോകാനും, വയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹുവിൻ്റെ നാമം അധികമായി സ്മരിക്കാനുമാണ്. സൂറത്തുൽ ബഖറയിൽ ഒരു പേജ് മുഴുവനും അള്ളാഹു ഹജ്ജിനെ പറ്റി വിവരിക്കുന്നുണ്ട്. അതിൽ തിരിച്ചും മറിച്ചും അള്ളാഹു പറയുന്നത് ഹജ്ജ് എന്നാൽ അള്ളാഹുവിൻ്റെ ധ്യാനമാണ്, പടച്ചവൻ്റെ ദിക്റാണ്. ഫൈദാ അഫൽതും മിൻ അറഫാത്തിൻ, നിങ്ങൾ ഹജ്ജിൻ്റെ പ്രധാന കർമ്മമായ അറഫ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞുവെന്ന് വിചാരിക്കരുത്. ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം, നിങ്ങൾ മുസ്ദലിഫയിൽ വെച്ച് അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക. ഹജ്ജിൻ്റെ ദിനങ്ങൾ കഴിഞ്ഞാൽ ജാഹിലിയ കാലഘട്ടത്തിൽ ആളുകൾ കൂടിയിരുന്ന് സ്വറ പറയുന്ന സ്വഭാവമുണ്ട്. ഫൈദാ ഖദൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും. പക്ഷേ ഹാജിമാരെ, നിങ്ങളുടെ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങൾ കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിങ്ങൾ അധികമായി സ്മരിക്കുക. ഈ വിഷയം അള്ളാഹു അവസാനിപ്പിക്കുന്നു, വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾക്കാണ് നിങ്ങൾ ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക. ഹാജിമാരുടെ നായകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നമാ ജുഇല തവാഫു വസഅയു ബൈന സഫാ വൽ മർവ വൽ ജംറ, തവാഫ്, സഅയ്, കല്ലേറ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയമമാക്കപ്പെട്ടിരിക്കുന്നത് ലിഇഖാമത്തി ദിക്രില്ലാ, അള്ളാഹുവിൻ്റെ ധ്യാനം നിങ്ങളുടെ അകത്തളങ്ങളിലേക്ക് ഇറക്കുന്നതിനും നിങ്ങളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും ഉറപ്പിക്കുന്നതിനും നിങ്ങളുടെ ജീവിതം മുഴുവനും പടച്ചവൻ്റെ ധ്യാനം സ്ഫുരിക്കുന്നതിനും നിങ്ങളുടെ അകവും പുറവും അള്ളാഹുവിൻ്റെ ഓർമ്മ ശക്തമാകുന്നതിനുമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഞാൻ ആരുമായിട്ടാണ് സഹവസിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ആരെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിന് ഓർമ്മ വരുമോ നീ അവരുമായി സഹവസിക്കുക. പ്രിയപ്പെട്ട ഹാജി, ഹജ്ജുമ്മ, ഈ യാത്ര അള്ളാഹുവിൻ്റെ ധ്യാനം ഉണ്ടാക്കിയെടുക്കാനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സംസം വെള്ളം കൊണ്ടുവരാൻ തീർച്ചയായും കൊണ്ടുവരണം, ഈത്തപ്പഴം കൊണ്ടുവരണം. പക്ഷെ അതിനെല്ലാം ഉപരിയായി നിങ്ങൾ അള്ളാഹുവിൻ്റെ ധ്യാനം കൊണ്ടുവന്ന് നിങ്ങളുടെ മക്കൾക്കും നാടിനും വീടിനും ഉപഹാരമായി നൽകണം. അതിന് നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ദിക്റിലായി കഴിയണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുക. അൽഹംദുലില്ലാഹ്, ഇന്ന് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. നമ്മളുടെ ബലഹീനതയ്ക്കനുസരിച്ച് അള്ളാഹു സൗകര്യങ്ങൾ കൂട്ടുന്നുണ്ട്. സന്തോഷത്തോടെ സൗകര്യങ്ങൾ സ്വീകരിക്കുക. എയർപോർട്ടിലെ സൗകര്യം, ഹജ്ജ് ക്യാമ്പിലെ സൗകര്യം, മക്ക, മദീന, അതുപോലെ അറഫാത്ത്, മുസ്ദലിഫ, ഇവിടെയെല്ലാമുള്ള സൗകര്യം
അള്ളാഹുവിൻ്റെ ദിക്റിൽ കൂടുതലായി കഴിയാനാണ് എന്ന ഓർമ്മ വേണം. നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ വേണം. പരിശുദ്ധ ഖുർആൻ അധികമായി പാരായണം ചെയ്യണം. നടന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിൻ്റെ ദിക്ർ നമ്മൾ നിരന്തരം നടത്തണം. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മക്കയിലും മദീനയിലും സമൃദ്ധമായി മലയാളത്തിൻ്റെ വിവർത്തന സഹിതമുള്ള ഖുർആനുണ്ട്. ഖുർആൻ ആശയം നോക്കിക്കൊണ്ട് പാരായണം ചെയ്യണം. നമ്മളുടെ ഈ മഹത്തായ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പുസ്തക ശേഖരം ഇതിന് പുറത്തുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, അതിൽ നിങ്ങൾ ഏത് പുസ്തകം വാങ്ങിയില്ല എങ്കിലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന മുഹമ്മദ് നബിയുടെ ഏതെങ്കിലും ജീവചരിത്രം നിങ്ങൾ നിർബന്ധമായി വാങ്ങിച്ചിരിക്കണം. ആദരണീയ ഉസ്താദ് മൗലാന തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അവറുകൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം ചേതോഹരമായി വിവരിച്ചു. മഹാന്മാരായ നബിമാരുടെ ജീവിതം നേർക്ക് നേരെ ബന്ധപ്പെട്ട മണ്ണാണ് മക്ക മദീന. പ്രത്യേകിച്ചും മന്ത്യപ്രവാചകൻ്റെ അരുണോദയം, അവിടുത്തെ അനുഗ്രഹീതമായ ബാല്യം, കൗമാരം, പ്രവാചകത്വത്തിൻ്റെ പ്രകാശം പൊഴിഞ്ഞത്, പ്രവാചകത്വത്തിൻ്റെ പ്രവർത്തനം പ്രവാചകൻ നടത്തിയത്, അവസാനം പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നത്, മദീനയിലെ ദിനരാത്രങ്ങൾ, അതുപോലെ ഇടയ്ക്ക് പ്രവാചകൻ അവസാനമായി പരിശുദ്ധ ഹജ്ജ് നിർവഹിച്ചത്, ആ ഹജ്ജിൽ പ്രവാചകൻ നടത്തിയ പ്രഭാഷണങ്ങൾ, നിങ്ങൾ ആ സ്ഥലങ്ങളിലെല്ലാമാണ് പോകുന്നത്. ആ സമയത്ത് നിങ്ങൾ പ്രവാചകനെപ്പറ്റി വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ചെയർമാൻ മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാൻ തയ്യാറാക്കിയ മാനവികതയുടെ പ്രവാചകൻ എന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൻ്റെ 2 അധ്യായങ്ങളാണ്. ആ ഗ്രന്ഥം ഒരു സ്വാമി വായിക്കുകയുണ്ടായി, സ്വാമി സുനിൽ സത്താർ വായിക്കുകയുണ്ടായി. അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു. ഇതിൽ അവസാനമായി മഹാനായ പ്രവാചകൻ ഹജ്ജിൻ്റെ സമയത്ത് ചെയ്ത പ്രഭാഷണങ്ങൾ പരിപൂർണമായി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ടാണ് ഞാൻ മലയാളത്തിൽ പ്രവാചകൻ്റെ പ്രഭാഷണം പൂർണ്ണമായി വായിക്കുന്നത്. പല പള്ളികളിലും വിടവാങ്ങൽ പ്രഭാഷണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഒരു പ്രസംഗം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിൽ നിരന്തരം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് പൂർണ്ണമായി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പ്രഭാഷണം ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളും, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പാരായണം ചെയ്യേണ്ടതാണ്. മൗലവിയുടെ കടമയാണിത് പ്രിൻ്റ് ചെയ്ത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം ഇത് മാത്രമായി പ്രവാചകൻ്റെ ചെറു ജീവിത ചരിത്രവും അതുപോലെ വിടവാങ്ങൽ പ്രഭാഷണവും പ്രത്യേകം ഇറക്കുകയുണ്ടായി. അത് നിങ്ങൾ പാരായണം ചെയ്യണം. എന്നിട്ട് നല്ലൊരു തീരുമാനമെടുക്കണം. ഒരു യഥാർത്ഥ ഹാജിയായി, ഒരു ഭക്തനായി നമ്മൾ ഇങ്ങോട്ടേക്ക് മടങ്ങുമെന്ന് തീരുമാനമെടുക്കണം. ചില സഹോദരങ്ങൾ ഹാജി എന്നൊന്നും വിളിക്കണ്ട, എന്നെ ഹാജി എന്നൊന്നും വിളിക്കണ്ട, മറ്റുള്ളവരെ ഹാജി എന്നൊന്നും വിളിക്കണ്ട, നിസ്കാരക്കാരനെ, നോമ്പുകാരനെ, സക്കാത്തുകാരനെ അങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹാജി എന്ന നാമത്തെ പലപ്പോഴും നിസ്സാരപ്പെടുത്താറുണ്ട്. വിനീതൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്ത ബോധത്തിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിനോടൊപ്പം ഹാജി എന്ന്, ഹാജ് എന്ന് പേരെഴുതണം. എന്നിട്ട് നിങ്ങളൊരു യഥാർത്ഥ ഹാജിയായി ജീവിക്കണം. അതിൽ ഒരു ഹാജിയുടെ സംഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. 1947 ഇന്ന് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ നേരിടുന്ന തീക്ഷ്ണമായ അവസ്ഥയുടെ മറ്റൊരു അവസ്ഥ അന്ന് 1947 നേരിടുകയുണ്ടായി. അന്ന് റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഒരു ദാസൻ ഹജ്ജിന് പുറപ്പെട്ടു. പഞ്ചാബിൽ നിന്നും ഹജ്ജിന് പുറപ്പെട്ടു. കറാച്ചി വഴിയായിട്ടാണ് ഹജ്ജിന് പോയത്. റമദാൻ മാസം 27-ാം രാവിൽ ഇന്ത്യ സ്വതന്ത്രമായി, കൂട്ടത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടു. അദ്ദേഹം മക്കയിൽ പോയി, മദീനയിൽ പോയി, അവിടെയുള്ള പ്രഭാഷകന്മാരുടെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി. ഹാജിമാരത് ശ്രദ്ധിക്കണം. പണ്ഡിതന്മാരുടെ നല്ല പ്രഭാഷണങ്ങൾ സാഗൂതം ശ്രവിക്കണം. അദ്ദേഹം കേൾക്കുകയുണ്ടായി. അതിൽ ഒരു പണ്ഡിതൻ മുസ്ലിമായി ജീവിച്ച് മരിക്കണം, ഒരു ഹാജിയായി ജീവിച്ച് മരിക്കണം. അതിന് നിങ്ങൾ അള്ളാഹുവിൻ്റെ ധ്യാനം ഉണ്ടാക്കിയെടുക്കണം. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ വീട്ടിലും നാട്ടിലും അള്ളാഹുവിൻ്റെ ധ്യാനം ഉറപ്പിക്കണമെന്ന് പ്രഭാഷണം നടത്തുകയും ഇദ്ദേഹം തീരുമാനമെടുക്കുകയും ചെയ്തു. തിരിച്ചദ്ദേഹം കറാച്ചിയിലെത്തി. പോയതുപോലെ കറാച്ചിയിലെത്തി. അവിടെ അദ്ദേഹത്തോട് ആളുകൾ പറഞ്ഞു, നിങ്ങളിനി നാട്ടിലോട്ട് പോകേണ്ട, നിങ്ങൾ കൊല്ലപ്പെടും, ഭയങ്കര വർഗീയ കലാപം നടക്കുകയാണ്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, വാപ്പയും ഉപ്പുപ്പയും മസ്ജിദും മദ്രസയും ഉണ്ടാക്കിയത് ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പഞ്ചാബിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടെല്ലാം തകർക്കപ്പെട്ടിരുന്നു.
മസ്ജിദിൽ അദ്ദേഹവും ഭാര്യയും താമസമാക്കി. ബാങ്ക് കൊടുക്കും, നമസ്കരിക്കും, ഖുർആൻ പഠിക്കും, പഠിപ്പിക്കും. എന്നിട്ടൊരു പശുവിനെ കറന്ന് പാൽ കച്ചവടം നടത്തി ജനങ്ങൾക്കിടയിൽ സ്നേഹത്തോടെ ജീവിക്കുകയുണ്ടായി. അവസാനം പ്രായാധിക്യമായപ്പോൾ അദ്ദേഹം നാട് വിട്ടുപോയി വേറെ ഏതെങ്കിലും മുസ്ലിം പ്രദേശത്ത് പോയി മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ആ നാട്ടുകാരായ ഹൈന്ദവരും അതുപോലെ സിഖുകാരും അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഹാജിമാരായ നമ്മളെപ്പറ്റി ആ വാക്ക് പറയണം. ഈശ്വരൻ മഴ പെയ്യിപ്പിക്കുന്നത് നിങ്ങൾ കാരണമായിട്ടാണ്. ഞങ്ങളുടെ മക്കൾ രോഗത്തിൽ നിന്ന് ഭേദമാകുന്നത് അങ്ങയുടെ സ്പർശനം കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയില്ല. വേണമെങ്കിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച നിങ്ങളുടെ കുടുംബക്കാരെ ഞങ്ങൾ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിക്കാമെന്ന് പറഞ്ഞു. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മുൻ ചെയർമാൻ മൗലാന സയ്യിദ് അബുൽ ഹസൻ റിദ്വി ഈ സംഭവം പറഞ്ഞുകൊണ്ട് പേഴ്സണൽ ലോ ബോർഡിൻ്റെ യോഗത്തിൽ പറയുകയുണ്ടായി. ഇന്നും, അതായത് 1980-കളിലാണ് അദ്ദേഹം ഈ പ്രഭാഷണം നടത്തുന്നത്, ഇന്നും അവിടെ ബാങ്കും നമസ്കാരവും അതുപോലെ വിജ്ഞാനത്തിൻ്റെ പഠനവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഹാജിമാരും ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ടായിരിക്കണം നാട്ടിലേക്ക് മടങ്ങി വരേണ്ടത്. ഒരിക്കലും കവി പറഞ്ഞതുപോലെയാകരുത് മക്കയിലും മദീനയിലും പോയി. പക്ഷെ അവസ്ഥ പഴയതുപോലെ തന്നെ ഉണ്ട്. അതിന് പകരം നമ്മൾ മക്കയിലും മദീനയിലും പോയി അള്ളാഹുവുമായി ബന്ധം, പ്രവാചകനുമായി ബന്ധം, ലി ഇഖാമത്ത് ദിക്രില്ല, പടച്ചവൻ്റെ ധ്യാനം മനസ്സിൽ ഉറപ്പിച്ച് ജീവിതത്തെ ശരിയായ ദിശയിലൂടെ തിരിച്ചുവിട്ട് അടുത്ത തലമുറയ്ക്ക് നമ്മളൊരു മഹത്തായ സന്ദേശം നൽകുന്നവരാകണം. പടച്ചവൻ അതിന് ഉദവി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, പുണ്യമായ ഹജ്ജിൻ്റെ ഫലം സ്വർഗം തന്നെയാണ്. എന്താണ് പുണ്യമായ ഹജ്ജ്? അവരുടെ മുൻപിൻ ജീവിതങ്ങൾക്കിടയിൽ വ്യക്തമായ വ്യത്യാസം കാണും, ലക്ഷ്യത്തിനും മാർഗത്തിനും വ്യത്യാസം കാണും. അതുകൊണ്ട് സഹോദരങ്ങളെ, യാത്രയാകുക. പടച്ചവൻ നിങ്ങളെ യാത്ര എളുപ്പമാക്കുമാറാകട്ടെ, സുഗമമാക്കുമാറാകട്ടെ, നല്ല ആരോഗ്യം തരുമാറാകട്ടെ, അതിലുപരി നല്ല മനസ്സല്ലാഹു നൽകുമാറാകട്ടെ. നിങ്ങളുടെ ഈ ഹജ്ജ് ഇന്ത്യ മഹാരാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുഴുവനും പടച്ചവൻ സമാധാനത്തിൻ്റെ, ശാന്തിയുടെ, സന്മാർഗത്തിൻ്റെ ഒരു കുളിരായി, ഒരു മഹത്തായ വർഷമായി പടച്ചവൻ മാറ്റുമാറാകട്ടെ. വിനീതന് ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിലും ഒരവസരം നൽകിയതിലും ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിനാണ് സർവസ്തുതിയും. അവൻ്റെ അനുഗ്രഹം കൊണ്ട് നന്മകൾ പൂർണ്ണത പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നായകൻ, വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് സലാമുകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.